ഏറ്റവും സ്നേഹാധരണികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ വിശ്വാസികളുടെ ഇബാദത്തുകളും മറ്റുള്ള സൽക്കർമ്മങ്ങളും നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ അവൻ്റെ വരദാനമായ സ്വർഗം ലഭിക്കുകയും ഉത്തമദാസന്മാരിൽ ഉൾപ്പെടുവാനുള്ള പ്രാർത്ഥനകളും അതിൻ്റെ ലക്ഷ്യവുമായിട്ടാണ് നാം നമ്മുടെ ജീവിതത്തെ കാണുന്നത്. ഭൂമിയിൽ നാം ചെയ്യുന്ന അമലുകൾ റബ്ബിൻ്റെ അടുക്കൽ ജലരേഖ പോലെയാകുമെന്നുള്ള മുന്നറിയിപ്പും താക്കീതും വിശുദ്ധ ഖുർആനിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനാമൃതങ്ങളിലും എമ്പാടും നാം മനസ്സിലാക്കിയതാണ്. ഉദാഹരണം, ദുനിയാവിൽ നാം ഒരുപാട് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയാണ്. നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ക്ഷണങ്ങൾ നാം സ്വീകരിക്കാറുണ്ട്. വിവാഹം പോലെ ശർഈയായ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ക്ഷണം സ്വീകരിക്കാറുണ്ട്. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നീട് വയറിന് അസുഖം ബാധിക്കുകയും പിന്നീട് ആതുരാലയത്തിൽ പോയി ആ ടെസ്റ്റ് നടത്തുമ്പോൾ ഫുഡ് പോയ്സൺ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഹതഭാഗ്യർ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ട്. ആ വിഭവസമൃദ്ധമായ ആഹാരത്തിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എവിടങ്ങളിലോ അറിയാതെ സംഭവിച്ച ആ ഫുഡ് പോയ്സൺ ആ ഭക്ഷണത്തെ മുഴുവനും കേടാക്കുകയാണ്. അത് കഴിച്ചവരെ മുഴുവനും പ്രയാസത്തിലാക്കുകയാണ്. എത്രത്തോളം ഈ ഉദാഹരണം ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നാം മനസ്സിലാക്കേണ്ടതാണ്. ദീനീ വീക്ഷണത്തിൽ മതപരമായിട്ടുള്ള പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം നാം കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് റബ്ബിൻ്റെ അടുക്കൽ പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്ക് സംജാതമായാൽ ഈ അമലുകൾ കൊണ്ട് എന്ത് പ്രയോജനകരമാണ് വിശ്വാസികളെ? ആ വിഷയത്തിലുള്ള മുന്നറിയിപ്പുകളാണ് 2-3 സംഭവങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ കൂടി സൂചിപ്പിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതദ്റൂന മൽ മുഫ്ലിസ്? ആരാണ് സ്വഹാബാക്കളെ പാപ്പരായവർ? സ്വഹാബാക്കളുടെ മറുപടി, അൽ മുഫ്ലിസ് ഫീനാ മല്ലാ ദിർഹമ ലഹു മതാഉൻ. പാപ്പരായവൻ എന്ന് പറയുന്നത് ദുനിയാവിൽ വിഭവങ്ങൾ നഷ്ടപ്പെട്ടവരാണ്, ദിർഹമില്ലാത്തവനാണ്. സ്വാഭാവികമായും ദുനിയാവിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിയതാണ് സ്വഹാബാക്കൾ പ്രവാചകരോട് മറുപടിയായി പറഞ്ഞത്. പാപ്പരായവർ അവരാണ്. വിശദീകരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മത്തിൽ പാപ്പരായവർ ആരെന്നറിയുമോ? നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ദീനാറോ ദിർഹമോ വിഭവങ്ങളോ ഇല്ലാത്തവരല്ല. നേരെ മറിച്ച് അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. നാളെ പരലോകത്ത് അവർ നോമ്പുകളുമായും നമസ്കാരങ്ങളുമായും സക്കാത്തുമായും മറ്റുള്ള നന്മകളുമായിട്ടും റബ്ബിൻ്റെ അടുക്കൽ വരും. ആ നന്മയുടെ കൂട്ടത്തിൽ അവർ കൊണ്ടുവന്നത് മറ്റു ചില തിന്മകളുമുണ്ട്. വയഅതി ഖദ് ശതമ ഹാദാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവനെ ചീത്ത വിളിച്ചിട്ടുണ്ട് അവൻ. വഖദഫ ഹാദാ. വ്യഭിചാരോപണം നടത്തിയിട്ടുണ്ട് അവൻ. വഅകല മാല ഹാദാ. അന്യരുടെ ധനം അവൻ തിന്നിട്ടുണ്ട്. വസഫല ദമ ഹാദാ.
അന്യായമായി രക്തം ചിന്തിയിട്ടുണ്ടവൻ, വളറബഹാദ അകാരണമായി മറ്റുള്ളവനെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളവൻ നാളെ പരലോകത്ത് സുഹൃതങ്ങളുമായിട്ട് വരികയാണ്, നന്മകളായിട്ട്, നോമ്പും സക്കാത്തും മറ്റുള്ള അമൽ സ്വാലിഹാത്തുകളുമായി. എന്നിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബികൾക്ക്, ഫയുഅത ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി. ഇങ്ങനെ നന്മകളുമായിട്ട് വന്നവൻ മറ്റുള്ളവരെ അക്രമം ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ ധനം അപഹരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവൻ്റെ ആ അമൽ സ്വാലിഹാത്തുകൾ ആരെയാണോ അകാരണമായി അടിച്ചത്, ആരുടെ പേരിലാണോ അകാരണമായിട്ട് വ്യഭിചാരാരോപണം നടത്തിയത്, അവർക്ക് ഇവൻ്റെ നന്മകൾ, ഇവൻ സുഹൃതങ്ങളുമായി വന്നവനുണ്ടല്ലോ, ഇവൻ്റെ നന്മകളെല്ലാം അവൻ്റെ അക്കൗണ്ടിൽ പോകും. എന്നിട്ട് പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബികൾക്ക്, ഫയിൻ ഫനിയത്ത് ഹസനാതുഹു ഖബൽ. ഇനി അവൻ്റെ അക്കൗണ്ടിൽ നന്മകളൊന്നുമില്ല എങ്കിലോ അലൈഹി ഉഖദ മിൻ ഖത്വായാഹും, ഇവൻ്റെ അക്കൗണ്ടിൽ തിന്മകൾ, പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പാപങ്ങൾ, ആക്രമിക്കപ്പെട്ടവൻ്റെ പാപങ്ങൾ ഇവനിലേക്ക് ചാർത്തപ്പെടുമെന്നാണ്. സുഹൃതങ്ങളുമായി പോയവനാണവൻ, റബ്ബിൻ്റെ വരദാനം സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് പോയവനാണ്. അവൻ്റെ നന്മകളെല്ലാം തീർന്നു പോയാൽ ആക്രമിക്കപ്പെട്ടവരുടെ തിന്മകൾ, അവൻ ചെയ്ത പാപങ്ങൾ ഇവൻ്റെ അടുക്കലേക്ക് വരും, ഇവൻ്റെ മീസാനിൽ വയ്ക്കപ്പെടും. എന്നിട്ട് പ്രവാചകർ ആ ഹദീസിന്റെ അവസാന ഭാഗം പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബികൾക്ക്, ഉഖദ മിൻ ഖത്വായാഹും ഫതുരിഹത അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ. അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവൻ പെടുമെന്നാണ്. നഊദു ബില്ലാഹ്. ഇത് പാപ്പരായവരുടെ അവസ്ഥയാണ്. ദുനിയാവിൽ നന്മകൾ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം മറ്റുള്ളവരെ ആക്രമിച്ചിട്ടുണ്ട്, തിന്മകൾ ചെയ്തിട്ടുണ്ട്. പരലോകത്ത് നരകത്തിലേക്ക് കൂപ്പിയടയുന്ന ആ ഒരു അവസ്ഥ. മറ്റൊരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പലവരും നാം കേട്ടതാണ്, നാം മനസ്സിലാക്കിയതാണ്. തിഹാമ പർവ്വതം പോലെ അമലുകളുമായിട്ട് ആ വന്ന മനുഷ്യരുടെ അവസ്ഥ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻഫൂറാ. ധൂളികളെ പോലെ ആക്കിക്കളയും അവരുടെ നന്മകൾ. സൗബാൻ റളിയല്ലാഹു അൻഹുവാണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അവരെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരുമോ? അവരിൽ പെടാതിരിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കാം റസൂലേ. രാത്രി നമസ്കാരങ്ങളും മറ്റുള്ള നന്മകളുമായി വന്നുകൊണ്ട് അവരുടെ അമലു സ്വാലിഹാത്തുകളെ ധൂളികളെ പോലെ ആക്കിക്കളയുന്ന ഹതഭാഗ്യവാന്മാർ ആരാണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അമാ ഇന്നഹും യഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളെപ്പോലെ നിശാ നമസ്കാരം നിർവഹിച്ചവരാണ്, നിങ്ങളെപ്പോലെ നന്മകൾ ചെയ്തവരാണ്. അവരുടെ പ്രത്യേകത എന്താണ്? വലാകിന്നഹും അഖ്വാമൻ ഇദാ ഖലൗ ബിമഹാരിമിഹില്ലാഹി തഖഹൂക. അവർ ഏകാന്തത, അവർ ഒറ്റക്കാകുമ്പോൾ ഹറാമുകൾ ചെയ്തുകൊണ്ട് റബ്ബിന്റെ അനിഷ്ടം സ്വീകരിച്ചവരാണവർ. ആരുമില്ല എന്നുള്ള തോന്നൽ അവർക്ക് സംജാതമായാൽ, എന്നെ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യർ തിന്മകളുമായി, നിഷിദ്ധങ്ങളുമായി അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തും. അവരുടെ അമലുകൾ ധൂളികളെ പോലെ ആക്കിക്കളയുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി നന്മകളുമായി നാളെ പരലോകത്ത് എത്തുകയാണ് മറ്റൊരു വിഭാഗം. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ്. പ്രവാചകന്മാർക്കുള്ള മുന്നറിയിപ്പാണ് 2 ആയത്തുകൾ. സൂറത്തു അൻആമിലെ 88-ാമത്തെ ആയത്തും സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്തും. ഈ 2 ആയത്തുകളും പ്രവാചകർക്ക് അള്ളാഹു നൽകുന്ന മുന്നറിയിപ്പാണ്. അപ്പോൾ നമുക്ക് എന്തുമാത്രം ഭയാനകരമായ ഒരവസ്ഥയായിരിക്കും. പ്രവാചകന്മാരോട് റഹ്മാനായ റബ്ബ് നൽകുന്ന താക്കീത്, വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഭയപ്പാടോടുകൂടി നമ്മുടെ അമലുകളെ സൂക്ഷിക്കണം. എന്താണ് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല നൽകിയ അമലുകൾ? വലൗ അശ്റകൂ ലഹബത അൻഹും മാ കാനൂ യഅമലൂൻ. പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും.
ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരാജിതരുടെ കൂട്ടത്തിൽ ആകും എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ഉപദേശിക്കുന്നത് സമുദായത്തോടുള്ള മുന്നറിയിപ്പാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ നാം ചെയ്യുന്ന അമലുകൾ നാളെ പരലോകത്ത് ധൂളികളെ പോലെ ആക്കാതിരിക്കുവാനുള്ള പരിശ്രമമാണ് ദുനിയാവിൽ നാം ചെയ്യേണ്ടത്. മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന ആ ഒരു രംഗം, മറ്റുള്ളവനെ ആക്രമിക്കുന്ന, മറ്റുള്ളവന്റെ ധനം അന്യായമായി തിന്നുന്ന, അതുപോലെ വ്യഭിചാരാരോപണം, മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ, ഇത്തരം തിന്മകളുമായിട്ട് ജീവിതത്തിൽ എന്തു തന്നെ അമലുകൾ നമുക്കുണ്ടായിട്ടുണ്ട് എങ്കിലും പരലോകത്ത് റഹ്മാനായ റബ്ബ് നാം ആർക്കെതിരെ ദുരാരോപണം നടത്തിയോ നമ്മുടെ അമലുകൾ അവന്റെ അക്കൗണ്ടിൽ പോവുകയും അതെല്ലാം തീർന്നാൽ അവന്റെ തിന്മ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന വല്ലാത്ത ഒരു ദുരവസ്ഥ. വിശ്വാസികളെ, നാം ജാഗരൂകരാകണം. ഇതുപോലെ ഒരു വിഷയമാണ് വിശ്വാസികളെ ഇന്നത്തെ ഖുത്ബയിൽ കൂടി നാം മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ ശിർക്ക് ചെയ്താൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോവുകയും പരാജിതരുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുപോലെ ഒരു വിഷയമാണ് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ബിദ്അത്തുകൾ കടന്നു വന്നാൽ, അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു അമൽ, പ്രവാചകർ പഠിപ്പിക്കാത്ത ഒരു അമൽ നമ്മുടെ ജീവിതത്തിൽ മതപരമായിട്ട് നാം ചെയ്യുകയാണെങ്കിൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എന്ന് മാത്രമല്ല നരകക്കാരുടെ അവകാശികളിൽ പെടും. പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുകയില്ല. പ്രവാചകർ കൊടുക്കുന്ന ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ ജലം പോലും നിഷേധിക്കുന്ന ഹതഭാഗ്യവാൻ ആരാണ്? അവർ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യും, കൂട്ടത്തിൽ അവർ ബിദ്അത്തുകളും ചെയ്യും. മതത്തിന്റെ പേരിൽ അറിയപ്പെടാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തും. അവർ വിചാരിക്കുന്നത് നന്മകളാണ്, അവർ വിചാരിക്കുന്നത് ഇത് പുണ്യം കിട്ടുമെന്നുള്ള കാര്യമാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന കൃത്യമായിട്ടുള്ള പാഠങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടത്. കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രവാചകന്മാരല്ല. ദീനിന്റെ ഈ മതത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബാണ്. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഈ ദീനിലുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തിയാകുന്ന ഈ ദീൻ, ആ ദീനിൽ നാം എന്തെല്ലാം അമലുകൾ ചെയ്യണമോ അത് അള്ളാഹു പഠിപ്പിച്ചതായിരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചതായിരിക്കണം. കാരണമെന്ത്? അള്ളാഹുവിന്റെ ഈ ദീൻ, ആ ദീനിൽ നന്മയായി കണക്കാക്കേണ്ടുന്ന ഏതൊരു കാര്യങ്ങളും അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചതാകണം. പ്രവാചകന്മാർക്ക് പോലും അതിൻ്റെ അവകാശമില്ല. ഇത് നന്മയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ, അവരുടെ ശറഅയിൽ അടയാളപ്പെടുത്തുവാൻ അമ്പിയാക്കന്മാർക്ക് പോലും സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ അംബിയ 21-ാം അധ്യായത്തിലെ 73-ാമത്തെ ആയത്ത് നോക്കൂ. അള്ളാഹു പ്രവാചകന്മാരെ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു പരാമർശമാണ്. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ, അവരെ നാം നമ്മുടെ കൽപ്പന പ്രകാരം മാർഗദർശനം നൽകുന്ന നേതാക്കന്മാരാക്കി. ആരെ? അമ്പിയാക്കന്മാരെ. നമ്മുടെ അഥവാ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇമാമുകളാക്കി എന്നാണ്. സമൂഹത്തെ വഴി നടത്തുവാൻ, സമൂഹത്തെ നേർവഴിയിലേക്ക് നടത്തുവാനുള്ള പ്രവാചകന്മാരാക്കി അള്ളാഹുവാണ് നിശ്ചയിച്ചത്. മാത്രമല്ല എന്തൊക്കെയാണ് ഖൈറാത്തുകൾ, നന്മ ഏതൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തതും റഹ്മാനായ റബ്ബാണ്. അമ്പിയാക്കന്മാർക്ക് ഒരു നന്മ പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള അവകാശമില്ല. മതത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് നൽകിയത്. അത് നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, മറ്റേത് ഫിഅലുൽ ഖൈറാത്തുകളാകട്ടെ, എല്ലാ നന്മകളും അള്ളാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് നൽകിയത് എന്ന് നമുക്കറിയുമല്ലോ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ ആദ്യ സമയം ഖിബലയായി സ്വീകരിച്ചത് ഫിലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. നമുക്കറിയാം,
16 17 മാസം ആ ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു പ്രവാചകനും സ്വഹാബാക്കളും ഖിബിലയായി സ്വീകരിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ പലപ്പോഴും ആകാശത്തേക്ക് നോക്കുമായിരുന്നു. വഹയിന്റെ വിളിയാളവുമായിട്ട് ജിബ്രീൽ വരുന്നുണ്ടോ? എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് മസ്ജിദുൽ ബൈത്തുൽ മഖ്ദിസിലേക്കല്ല, മസ്ജിദുൽ ഹറാമായി ഖിബിലയായി സ്വീകരിക്കുന്ന എൻ്റെ ആഗ്രഹം അള്ളാഹു നടപ്പിലാക്കുന്നുണ്ടോ എന്ന്, ആകാശത്തിലേക്ക് റഹ്മാനായ റബ്ബിന്റെ വിളിയാളം വരുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 144-ാമത്തെ ആയത്ത്. ഖദ് നറാ തുഖല്ലിബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്ന ഖിബ്ലതൻ തർലാഹാ. ആകാശത്തേക്ക് നോക്കുമായിരുന്നു. നിന്റെ മുഖം ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് നീ തൃപ്തിയടയുന്ന ബൈത്തുൽ മഖ്ദിസിൽ മസ്ജിദുൽ ഹറാമിലേക്ക് ഖിബലയായി സ്വീകരിക്കുവാൻ നിന്റെ ആഗ്രഹം നാം കാണുന്നുണ്ട് പ്രവാചക. അതുകൊണ്ട് നിങ്ങൾ ഇനി തിരിയുക, ബൈത്തുൽ മഖ്ദിസിൽ നിന്നും മസ്ജിദുൽ ഹറാമിലേക്ക് ഖിബലയായി സ്വീകരിക്കുക എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നതിന് ശേഷമാണ് പ്രവാചകരുടെ ആഗ്രഹം പോലും നിറവേറ്റുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. എത്ര കൃത്യമായിട്ടാണ് പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് നമുക്കറിയുമല്ലോ. വിശ്വാസികളെ, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണം എന്ന് അള്ളാഹുവിന്റെ വഹയി ഇറങ്ങിയ സമയത്ത് ഒരു സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അമ്മസ്സലാമു അലൈക ഫഖദ് അറഫ്നാഹു. അങ്ങേക്ക് സലാം പറയാം, ഞങ്ങൾക്ക് അറിയാം. ഫകൈഫ സ്വലാ, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നുള്ള സലാം പറയാൻ അറിയാം. ഈ ആയത്തിൽ 2 കൽപ്പനയാണ്. സലാമും സ്വലാത്തും ചൊല്ലണം. എങ്ങനെയാണ് പ്രവാചക സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അമറല്ലാഹു തആല അൻ നുസല്ലി അലൈക്, അല്ലാഹു തആല കൽപ്പിച്ചത് ഇത് എങ്ങനെയാണ് എന്ന് പ്രവാചകരോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ മൗനം പാലിച്ചുവെന്ന് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ മൗനം കണ്ടപ്പോൾ സ്വഹാബികൾ പരസ്പരം പറഞ്ഞു പോയി, ഹത്താ തമന്നൈനാ അന്നഹു ലം യസ്അൽഹു, ചോദിക്കേണ്ടിയിരുന്നില്ല പ്രവാചകരോട് എന്നവർ ആഗ്രഹിച്ചുവെന്നാണ്. പ്രവാചകർ മൗനം പാലിക്കുന്നുവല്ലോ, പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചല്ലോ എന്നുള്ള ആ ഒരു വ്യാകുലത സ്വഹാബികൾക്കുണ്ടായി. അള്ളാന്റെ റസൂലിനോട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നവർ ആഗ്രഹിച്ചുവെന്നാണ്. കാരണം ചോദിക്കുന്നത് മതപരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിന് ഉത്തരം നൽകേണ്ടത് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് വഹയിറങ്ങണം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരണം. എങ്കിൽ മാത്രമേ സ്വഹാബികളുടെ ആഗ്രഹത്തിനുള്ള ആ മറുപടി പറയാവൂ. അങ്ങനെയാണ് നമുക്കറിയാവുന്നത് പോലെ നാം നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദും വഅലാ ആലി മുഹമ്മദ്, ചോദിക്കുന്നത് ആരോടാണ്? അഷ്റഫുൽ ഖൽഖിനോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർക്ക് വേണമെങ്കിൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കൊള്ളൂ, പ്രവാചകന്റെ അഭീഷ്ടപ്രകാരം ഒരു സ്വലാത്ത് ചൊല്ലാമായിരുന്നു. പക്ഷേ മതത്തിന്റെ കാര്യമായതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുവാദം വേണം. അള്ളാഹുവിന്റെ വഹയല്ലാതെ എനിക്കൊരു മറുപടി പറയുവാനുള്ള അവകാശമില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ വഹയി എത്തുന്നത് വരെ അള്ളാഹുവിന്റെ പ്രവാചകർ കാത്തിരുന്നത്. ഇതാണ് ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ അതാണ്. തോന്നിയതുപോലെ ഓരോ അമലുകളും ചെയ്യുവാനുള്ള അവകാശം പ്രവാചകന്മാർക്ക് പോലും ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ഓരോരുത്തരും ഏതെങ്കിലും പണ്ഡിതന്റെ പേനകൾ ചലിക്കുന്നത് അതുപോലെ തന്നെ ഓരോ സ്വലാത്തുകൾ കെട്ടിയുണ്ടാക്കുകയാണ്. അങ്ങനെ കെട്ടിയുണ്ടാക്കിയ സ്വലാത്തുകളാണ് നാടുകളിൽ സജീവമായിട്ടുള്ളത്. പ്രവാചകർ പഠിപ്പിച്ച സ്വലാത്തുകളെക്കാളും പ്രചാരത്തിലുള്ളത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ അദ്ദേഹത്തിന് തോന്നിയതുപോലെ ഒരു സ്വലാത്ത് എഴുതുക, അങ്ങനെയാണ് സ്വലാത്തുന്നാരിയ നാട്ടിൽ പ്രചാരണം ലഭിക്കുന്നത്. അങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ ഓരോരുത്തരും അവരുടെ അഭീഷ്ടപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വലാത്തുന്നാരി അള്ളാഹുവിന്റെ റസൂലിന് പരിചയമുണ്ടോ? സ്വഹാബികൾക്ക് പരിചയമുണ്ടോ? അതുപോലെ തന്നെയാണ് താജു സ്വലാത്ത്,
കൻജുൽ അർശ് സ്വലാത്ത്, അങ്ങനെ എത്രയെത്ര സ്വലാത്തുകൾ അള്ളാഹുവിന്റെ റസൂലിനോ സ്വഹാബികൾക്കോ പരിചയമില്ല. പിന്നെയോ ആരൊക്കെയോ എന്തൊക്കെയോ എവിടങ്ങളിലൊക്കെയോ എഴുതി വെച്ചത് അത് ദീനാണെന്നും പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. 4444 വട്ടം സ്വലാത്തുന്നാരിയെ ചൊല്ലിയാൽ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സബലീകൃതമാകും. 70,000 തഹ്ലീൽ ചൊല്ലിയാൽ അത് സ്വർഗം ലഭിക്കുവാൻ കാരണമാകും. അല്ലെങ്കിൽ ഇന്ന സ്വലാത്ത് ഇത്ര വട്ടം പറഞ്ഞാൽ അതാര് പഠിപ്പിച്ചു? ഇന്ന ഇമാമ് പഠിപ്പിച്ചു, ഇന്ന ഉസ്താദ് പഠിപ്പിച്ചു. അങ്ങനെയാണ് പലരും പല ദിക്റുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ദീനിൽ ഒരു സ്ഥിരതയില്ലാത്ത, ദീനിൽ ഒരു അടയാളവുമില്ലാത്ത ഇത്തരം ദിക്റുകളെ, ഇത്തരം കൽപ്പനകൾ ആരെങ്കിലും ജീവിതത്തിൽ അടയാളപ്പെടുത്തിയാൽ അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശക്തമായ താക്കീത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം, അത് നമസ്കാരമാകാം, നോമ്പാകാം, സക്കാത്താകാം, ഹജ്ജാകാം, മറ്റുള്ള ഏത് കർമ്മങ്ങളാകാം, നമ്മുടെ കൽപ്പനയിലില്ലാത്ത രൂപത്തിൽ, ഭാവത്തിൽ, വർണ്ണത്തിൽ ആരെങ്കിലും നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ തള്ളിക്കളയണം, അതിനെ റദ്ദ് ചെയ്യണം. ആര് പറഞ്ഞു എന്ന് നോക്കരുത്. പറയുന്ന കാര്യം അള്ളാഹു പഠിപ്പിച്ചതാണോ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണോ, ആര് പറഞ്ഞാലും സ്വീകരിക്കണം. അതല്ല എങ്കിൽ ആര് പറഞ്ഞാലും അതിനെ തള്ളിക്കളയണമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണല്ലോ ഇന്നത്തെ സമൂഹം ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇന്ന ഇമാമ് പറഞ്ഞു, ഇന്ന ഹോജ പറഞ്ഞു, ഇന്നയാളുടെ ഇജാബ, ഇന്നയാളുടെ അനുമതിയുണ്ട് ഇന്ന ദിക്ർ ചൊല്ലുവാൻ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചില്ലല്ലോ സഹോദരങ്ങളെ. അത്തരം ആൾക്കാരെ വിമർശിച്ചുകൊണ്ട് ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ അള്ളാഹു പറഞ്ഞതാണ് എന്നും പറഞ്ഞുകൊണ്ട്, ഇത് ദീൻ പറഞ്ഞതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ അമലുകൾ കെട്ടിയുണ്ടാക്കും. വിശുദ്ധ ഖുർആൻ അതിനെ വിമർശിക്കുകയാണ്. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാഹ്. ഗൗരവമുള്ള ആയത്താണ് വിശ്വാസികളെ. 42-ാം അധ്യായം സൂറത്ത് ശൂറ 21-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ റഹ്മാനായ റബ്ബ് പറയുകയാണ്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാഹ്. അല്ലാഹു അനുവദിക്കാത്ത ഒരു കാര്യം, നിങ്ങളുടെ മതത്തിൽ അല്ലാഹു അനുവദിക്കാത്ത ഒരു കാര്യം മതമായി നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളികളുമുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അല്ലാഹു പഠിപ്പിക്കാത്ത ഒരു കാര്യം പറയുകയാണ്. ബറാഅത്ത് നോമ്പ് സുന്നത്താണ്, നിങ്ങൾ പിടിക്കുക. മിഅ്റാജ് നോമ്പ് സുന്നത്താണ്, നിങ്ങൾ പിടിക്കുക. ഫർദ് നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയുണ്ട്, നിങ്ങൾ ചെയ്യുക. ഹദ്ദാദ് റാത്തീബുണ്ട്, നിങ്ങൾ ചെയ്യുക. മരിച്ചവർക്ക് വേണ്ടി ആണ്ട് നേർച്ചകൾ നടത്തുക. ആര് പഠിപ്പിച്ചു? ഖുർആനിലില്ല, അള്ളാന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസുകളില്ല. പിന്നെ ആര് പറഞ്ഞു? ഇന്ന ഇമാമ് പറഞ്ഞു, ഇന്ന നേതാവ് പറഞ്ഞു, ഇന്ന സംഘടനയുടെ വക്താവ് പറഞ്ഞു. അതാണല്ലോ ഇന്ന് പലപ്പോഴും പലർക്കും ഹരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ശക്തമായ താക്കീത്. അള്ളാഹു ഇറക്കിയ ഈ മതത്തിൽ അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു കാര്യം ആരെങ്കിലും നിശ്ചയിച്ചാൽ അവൻ അള്ളാഹുവിനെ പങ്കാളിയാക്കുന്നതിന് തുല്യമാണ്. അവൻ ഇലാഹാക്കിയവൻ ആരെയാണോ അവൻ ഫോളോ ചെയ്യുന്നത് അവൻ ഇലാഹാക്കി എന്നാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ, വലൗലാ കലിമത്തുൽ ഫസ്ലി ലഖുദിയ ബൈനഹും. ന്യായമായ വിസ്താരവും ശിക്ഷാ നടപടികളും പരലോകത്താണ് അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ റബ്ബിന്റെ ഒരു ഖളാ ഇല്ലായിരുന്നുവെങ്കിൽ മതത്തിന്റെ പേരിൽ അല്ലാഹു പഠിപ്പിക്കാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു തആല ശിക്ഷിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ ഒരു ഖളാ, ദുനിയാവിൽ നാം ചെയ്യുന്ന നന്മ തിന്മകളുടെ പര്യവസാനം, അതിന്റെ ശിക്ഷയും രക്ഷയും പരലോകത്താണ്. ഇത് അള്ളാഹുവിന്റെ കിതാബിൽ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു നിയമം ഈ മതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ബിദ്അത്ത് ചെയ്യുന്നവരെ തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. വഇന്നൽ ളാലിമീന ലഹും അദാബുൻ അലീം.
വേദനയേറിയ ശിക്ഷ ഈ അക്രമകാരികൾക്കുണ്ട്. ആരാണ് ഈ അക്രമകാരികൾ? അല്ല പഠിപ്പിക്കാത്ത കാര്യം മതത്തിൽ ചെയ്യുന്നവരെ അക്രമികളെന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്നത്, പ്രവാചക, നിനക്ക് കാണാൻ സാധിക്കും നാളെ പരലോകത്ത് നന്മകൾ എന്നും പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകൾ ചെയ്തവർ വ്യസനിക്കുന്ന കാര്യം നിനക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ശിക്ഷകൾ മുന്നിൽ വന്ന് പെടുമ്പോൾ പെട്ടുപോയല്ലോ എന്നുള്ള ഒരു ഭയം അവർക്ക് ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് കൃത്യമായി താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ബിദ്അത്ത് ചെയ്യുന്നത് നമ്മുടെ നന്മകളെ എല്ലാം പോക്കിക്കളയും, പരലോകത്ത് ശിക്ഷ ലഭിക്കും. നോക്കൂ മറ്റൊരു ഉദാഹരണം. എത്ര കൃത്യമായിട്ടാണ് ഈ പണ്ഡിതന്മാർ, ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ ഈ ബിദ്അത്തിനെ ഗൗരവത്തോടുകൂടി അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയത്. രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മഹുല്ലാഹ് ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാപണ്ഡിതനാണ്. ഷറഹ് മുസ്ലിമിൽ, സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷറഹ് മുസ്ലിമിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം, അദ്ദേഹം ജീവിച്ചിരുന്ന 700 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നമസ്കാരത്തെ കുറിച്ച് ചില ആൾക്കാർ പറഞ്ഞു വന്നു. ഏതാണ് നമസ്കാരം? റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, കഴിഞ്ഞ മാസമാണല്ലോ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇശാഇനും മഗ്രിബിനും ഇടയിൽ 12 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ള ഒരു പിഴച്ച നമസ്കാരം അന്നത്തെ ആളുകളിൽ ചിലർ കണ്ടു. ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കണം, ആർക്ക് വേണ്ടിയുള്ളതാണ് നമസ്കാരം? റബ്ബിന് വേണ്ടിയുള്ളതാണ്. ഒരു റക്അത്തിൽ എന്തെല്ലാം അമലുകൾ ചെയ്യുകയാണ്? മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ 12 റക്അത്ത് നമസ്കരിക്കുക. എപ്പോൾ? റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. ഇങ്ങനെ ഒരു നമസ്കാരം അന്നാളിൽ ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്. ആ നമസ്കാരത്തെ കുറിച്ച് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഖാത്തലഹുല്ലാഹ്, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ, അല്ലാഹു അവരെ ശപിക്കട്ടെ. ആരെ? വാളിഇഹാ വ മുഖ്തിരിഅഹാ, ഈ 12 റക്അത്ത് നമസ്കാരം ഉണ്ടാക്കിയവനെയും അത് ചെയ്തവനെയും അല്ലാഹു നശിപ്പിക്കട്ടെ. കാരണം ഫഇന്നഹാ ബിദ്അത്തുൻ മുൻകറത്തുൻ മിനൽ ബിദ്അല്ലത്തി ഹിയ ളലാലത്തുൻ വജഹാലത്തുൻ, വെറുക്കപ്പെട്ടതാണ് ഈ നമസ്കാരം. അതുപോലെ തന്നെയാണ് ദുർമാർഗവും വിവരക്കേടുമാണ് ഈ നമസ്കാരം. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇത്രയും ഗൗരവത്തോടുകൂടി ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇത്തരം 12 റക്അത്ത് ആരെങ്കിലും നമസ്കരിച്ചാൽ അള്ളാഹുവിന്റെ ശാപം അവനിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാരാ? രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മഹുല്ലാഹ്. തീർന്നില്ല. ഹിജ്റ 900-ൽ ജീവിച്ച, ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് ഷാഫിയാക്കളുടെ ഒരു പണ്ഡിതനാണ്, സമസ്തക്കാരുടെ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഫതാവൽ കുബ്ര എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലും ഈ നമസ്കാരത്തെ കുറിച്ച് പറയുകയാണ്, മറ്റൊരു നമസ്കാരത്തെ കുറിച്ചും പറയുകയാണ്. ഷഅബാൻ മാസത്തിൽ, അഥവാ ഈ മാസമാണല്ലോ ഷഅബാൻ മാസത്തിലെ 15-ാം ദിവസം 100 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ആരോ ഉണ്ടാക്കി. 100 റക്അത്ത് എത്ര സമയമെടുത്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്? അങ്ങനെ ചിലർ ഇന്നുമുണ്ട്, അന്നുമുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ ഹൈതമി പറയുകയാണ്, വസ്വലാത്തു ലൈലത്തു നിസ്ഫി ശഅബാന 100 റക്അത്തിൻ വഹാതാനി സ്വലാത്താനി ബിദ്അത്താനി വമുൻകറാത്തി ഖബീഹത്താൻ. ഈ റഗായിബ് നമസ്കാരവും ശഅബാൻ 15-ൽ ചിലർ ചെയ്യുന്ന 100 റക്അത്ത് നമസ്കാരവും നീചമായ ബിദ്അത്തിൽപ്പെട്ടതാണ്. ബിദ്അത്ത് എന്നല്ല, വെറുക്കപ്പെട്ട ബിദ്അത്താണ് ഈ 2 നമസ്കാരങ്ങളും. മുൻകറാത്ത്, അത് വെറുക്കപ്പെട്ടതാണ്. ഖബീഹത്താനി, അത് ദുഷിച്ച നമസ്കാരമാണ്. ആരെ കുറിച്ച് പറയുകയാ? 100 റക്അത്ത് നമസ്കരിച്ചവരെ കുറിച്ച് പറയുകയാ. 12 റക്അത്ത് നമസ്കരിച്ചവരെ കുറിച്ചാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നിട്ട് ഇബ്നു ഹജർ ഹൈതമി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നമസ്കാരത്തെ കുറിച്ച് ചില ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി എന്ന് പറയുന്ന
ഒരു പണ്ഡിതന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. വലാ യുഗ്തർ ബിദിക്രിഹിമാ ഫീ കിതാബിൽ ഖൂത്തുൽ ഖുലൂബി വഇഹ്യാ ഉലൂമുദ്ദീൻ. ഖൂത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇമാം ഗസ്സാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിലും ഈ നമസ്കാരത്തെ കുറിച്ച് പരാമർശമുണ്ട്. ഏത് നമസ്കാരം? റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച മഗ്രിബിനും ഇശാഇനും ഇടയിൽ 12 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ള റഗായിബ് നമസ്കാരവും, അതുപോലെ ശഅബാനിലെ 15-ൽ നമസ്കരിക്കുന്ന 100 റക്അത്ത് നമസ്കാരത്തെ കുറിച്ചും ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലാ യുഗ്തറു, വഞ്ചിതനായി പോകരുത്. ആ ഗ്രന്ഥത്തിൽ ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകണ്ട. കാരണം വലാ ബിൽ ഹദീസിൽ മദ്കൂർ ഫീഹിമാ, ഈ 2 നമസ്കാരത്തെ കുറിച്ച് ഒരു ഹദീസും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ നമസ്കാരം ചെയ്തവൻ അവൻ പിഴച്ചവനാണ്, അവൻ പിഴപ്പിക്കുന്നവനാണ്, അവന് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹ്, ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, കാര്യം ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് താബിഈ പണ്ഡിതനിൽപ്പെട്ട സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി ഇമാം ജൗസി റഹ്മഹുല്ലാഹ് തന്റെ തബ്ലീസുൽ ഇബ്ലീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. ഖാല സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ്യ. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്നവരെയാണ്, സുബ്ഹിൽ ഖുനൂത്ത് ഓതുന്നവരെയാണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് ബിദ്അത്താണ്. അതാണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം. കാരണം അൽ മഅസിയ്യത്തു യുത്വാബു മിൻഹാ, പാപം ചെയ്തവൻ തൗബ ചെയ്തു മടങ്ങിയേക്കാം. ഇബ്ലീസിന് ഇഷ്ടം എന്താണ്? ഒരു പാപം ചെയ്യുന്നവനേക്കാളും ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്നവനെയാണ്. കാരണം പാപം ചെയ്തവൻ തൗബ ചെയ്തു മടങ്ങിയേക്കാം. വിഭജിക്കുന്നവൻ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അതിൽ പെട്ടുപോയതായിരിക്കാം, തിന്മയെന്നറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം. റബ്ബിങ്കലേക്ക് ഇഖ്ലാസോടുകൂടി മടങ്ങിയാൽ റബ്ബ് പുറത്തു കൊടുക്കും. അതുപോലെ തന്നെയാണ് മറ്റുള്ള തിന്മകൾ. പക്ഷെ ഇബ്ലീസ് അതല്ല ഇഷ്ടം. അവനിഷ്ടം ബിദ്അത്ത് ചെയ്യുന്നവരെ. കാരണം വൽ ബിദ്അത്ത് ലാ യുത്വാബു മിൻഹാ, ബിദ്അത്ത് ചെയ്താൽ പിന്നെ തൗബ ചെയ്യൂല അവര്. കാരണം എന്താ? സുബ്ഹിൽ ഖുനൂത്ത് നന്മയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നന്മയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. ആ ചെയ്തവർ ഒരിക്കലും അതിൽ നിന്നും തൗബ ചെയ്യുകയില്ല. കാരണം അവരുടെ വീക്ഷണത്തിൽ നന്മയാണ്. അതാണ് സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് പറയുന്നത്, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം പാപം ചെയ്യുന്നവനേക്കാളും ബിദ്അത്ത് ചെയ്യുന്നവരോടാണ് എന്ന് മഹാനായ പണ്ഡിതൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബിദ്അത്തിലെ നാം വളരെ ജാഗ്രതയോടുകൂടി കാണണം വിശ്വാസികളെ. അങ്ങനെയായിരുന്നു സ്വഹാബികളൊക്കെ മനസ്സിലാക്കിയത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്നത് പ്രവാചകന്റെ സുന്നത്തിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും സ്വീകരിച്ച മഹാനായ ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഒരാൾ തുമ്മിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, അല്ലാഹുവിൻ്റെ റസൂലിന് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. ഇത് കേൾക്കേണ്ട താമസം മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ ചോദിക്കുകയാണ്, വലൈസ ഹാക്കദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളെ. അല്ലമനാ അൻ നഖൂല അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, തുമ്മിയതിന് ശേഷം അല്ലാഹുവിനെ സ്തുതിക്കുക, വേണമെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അല്ലാഹുവിന് സ്തുതിയായിരിക്കട്ടെ. ആ സ്തുതിയോടൊപ്പം പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പാടില്ല, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചതല്ല. അതാണ് വിശ്വാസികളെ ഇതിൻ്റെ ഗൗരവം. നെല്ലും പതിരും വേറിട്ട് നാം നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണം. ബിദ്അത്തുകളെ ശക്തമായി ഷിർക്കിനെ പോലെ തന്നെ ബിദ്അത്തുകളെയും നാം കാത്തു സൂക്ഷിക്കണം. കാരണം നന്മകളെ ഇല്ലാതാക്കി കളയും, സ്വർഗം നിഷിദ്ധമാക്കി കളയും. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നഷ്ടപ്പെട്ടു പോകും. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വിശ്വാസികളെ
ബിദ്അത്തുകളെ ഗൗരവമായി കാണുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.